Java Minecraft. Wow. പോയി ഓക്കെ ഗൈസ്, അപ്പോൾ സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ സ്വന്തം മച്ചൂസ് ഗെയിമിന് കണ്ടുകൊണ്ടിരിക്കുന്ന മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് ജാവ മൈൻക്രാഫ്റ്റിലാണ്. ഏതെങ്കിലും കൂട്ടുകാരന്മാരെ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയറും ചെയ്യാം ഗൈസ്. പിന്നെ മൈൻക്രാഫ്റ്റിൻ്റെ വോയിസ് ഒന്നും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗൈസ് രണ്ടും കൂടെ ഓഫ് ചെയ്താണ് ഓൺ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കുന്തവും കാണുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് കമൻറ്റ് ബോക്സിൽ അങ്ങനെ ഫസ്റ്റത്തെ കമൻറ്റ് വന്നിട്ടുണ്ട്. ആ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ ജാവയിൽ അയൺ ഫാം ഉണ്ടാക്കൂ എന്നാണ് കമൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ H12D11 Pro ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് അതങ്ങ് ഉണ്ടാക്കുക. അതിനുണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് എൻ്റെ ഈ റൈറ്റ് സൈഡ് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഏത് ഫാം ഉണ്ടാക്കേണ്ടത് നിങ്ങൾ നേരത്തെ ഒന്ന് കമൻറ്റും കൂടി ചെയ്തേക്കട്ടാ ഗൈസ്. അപ്പോൾ നമ്മൾ വേണ്ട ഒരു പ്രധാനപ്പെട്ട 2 സാധനം എടുക്കാൻ പോയി. ഒന്ന് വില്ലേജറും പിന്നെ ഒന്ന് സോംബിയുമാണ്. വില്ലേജറിന് നമ്മൾ എടുത്തിട്ടുണ്ട്, സോംബിനെ നമ്മൾ പിന്നെ ആ സമയമാകുമ്പോൾ കയറ്റിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണെങ്കിലും പണി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഗൈസ്. അപ്പോൾ ഇവന്മാർ 6 പേരുണ്ട് ടൈസ്. അപ്പോൾ 2 വില്ലേജ് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഷൗലെടുത്ത് 1 2 3 4 5 6 ഓക്കെ 6 7 ഓക്കെ 7 to 9 ആട്ടോ ഗൈസ് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ 1 2 3 4 5 6 7 ഓക്കെ 8 9 ആയി. ഓക്കെ, അപ്പോൾ അത് ഇനി ഇവന്മാരെ ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ച് ഇവന്മാർ 3 ബ്ലോക്ക് താഴോട്ട് മൈൻ ചെയ്യണം ടൈസ്. അപ്പോൾ 3 ബ്ലോക്ക് താഴോട്ട് മൈൻ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ മൂലയിൽ ഇവിടെ ആയിട്ടുള്ളത് ഡേറ്റ്സ് മൊത്തം കളയണം. എന്തിനാ വെച്ചാൽ നമുക്ക് ഹോപ്പർ വെക്കാനോ, ഹോപ്പറും അതേപോലെ ചെസ്റ്റും വെക്കാനാണ്. ഓക്കെ, ഇവിടെ 2 ബ്ലോക്കും കൂടെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഇവിടെയാണ് നമുക്ക് നമ്മൾ ചെസ്റ്റ് വെക്കാൻ പോണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെസ്റ്റ് എടുത്ത് ഇവിടുത്തെ ഈ 2 ബ്ലോക്കും കൂടെ കളയാനാടേ എന്നാലും ചെസ്റ്റ് വെക്കൽ നടക്കുള്ളൂ. ഓക്കെ, അതും വെച്ചിട്ടുണ്ട്. അതേപോലെ ഗൈസ് അവിടുത്തെ ഡേറ്റ് ഒന്ന് അടച്ചേക്കാം. ഇനി നമുക്കവിടെ ആവശ്യമില്ല. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഹോപ്പർ കണക്ട് ചെയ്യണം ഗൈസ്. ഹോപ്പർ 7 എണ്ണമാണ് വേണ്ടത്. 7 എണ്ണം കണക്ട് ചെയ്യുക ഗൈസ്. ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല നമ്മൾ സെർവറിലൊന്നും കളിക്കാനുള്ള പ്രായമായിട്ടില്ലല്ലോ ഗൈസ്. നമ്മൾ ജാവ സെർവർ കളിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ലെസ് പ്ലേ എങ്ങാനും കളിക്കണം നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലെസ് പ്ലേ എന്താണെങ്കിൽ കളിക്കുന്നതായിരിക്കും. സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ആ സീരീസിന് വേണ്ട പേരെന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ലെസ് പ്ലേക്ക് ഒരു സീരീസിന് ഒരു പേര് വേണമല്ലോ, ആ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അതിനുശേഷം നമ്മൾ സൈൻ ബോർഡ് എടുക്കുക. സൈൻ ബോർഡ് എടുത്തിട്ട് ഇതിങ്ങനെ ഫുള്ള് ഇങ്ങനെ വെച്ച് പോകണം ഗൈസ്. ഞാൻ വെക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. പിന്നീടാണ് എനിക്ക് ഓടിയത്. അതങ്ങ് എസ്കേപ്പ് അടിച്ചങ്ങ് പിതുക്കി അങ്ങ് വിട്ടാൽ മതി. അപ്പോൾ അങ്ങ് റെഡി ആയിക്കോളുന്ന്. പിന്നെ നമ്മൾ എസ്കേപ്പ് അടിച്ച് വെക്കുക, എസ്കേപ്പ് അടിക്കുക, അങ്ങനെ നമ്മൾ ദാണ്ട ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ലാവ ഒഴിക്കാൻ പോകുന്നത് കേട്ടോ. ഇവിടെയാണ് അയംകുളങ്ങളെല്ലാം ഞെരിയാൻ പോണേ. ഓക്കെ, അപ്പോൾ ഏതാണ്ട് ഈ ബ്ലോക്കിലും കൂടെ വെക്കണം ടൈസ്. അപ്പോൾ അതന്നെ വെച്ചോ ധൈര്യത്തോടെ വെച്ചോ, ഞാനാ പറയുന്നേ. ഓക്കെ, അപ്പോൾ ഗൈസ് തെറ്റിപ്പോയി. മേലെ വെക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ മൊത്തം അവിടം വരെ വെക്കണം. അപ്പോൾ അതും കൂടെ ഞാൻ ചെയ്തിട്ട് വരാട്ടെ ഗൈസ്. ഇനി ഇവിടെ നമുക്ക് ലാവ ഒഴിക്കണം ഗൈസ്. ബക്കറ്റ് ഓഫ് ലാവ ഗൈസ്. അപ്പോൾ അതെടുത്ത് നമ്മുടെ 1 2 3 4 ഒഴിച്ചാൽ മതിയായിരിക്കും. ഇവിടെ റെഡി ആവുമെന്ന് തോന്നുന്നില്ല. ട്രാപ്പ് ഡോറിന് ഒരു സൈൻ ബോർഡ് ഓണായി ഗൈസ്. ഓക്കെ, ലാഭ വെച്ചിട്ടുണ്ട്. അത് വർക്കാവില്ല. അവിടെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞില്ല, എത്തിയില്ല. അപ്പം നമുക്കിത് ഇനി ക്ലോസ് ചെയ്യേണ്ടി വരും ഗൈസ്. അയ്യോ, അപ്പോൾ നമ്മൾ ഡേറ്റ് വെച്ച് കളഞ്ഞു. ഓക്കെ, ഇനി ഒന്നും കൂടെ ഡേറ്റ് ഒക്കെ കളയാം. ഓക്കെ, ഇനി ഒന്നും കൂടെ നമുക്ക് വെക്കാം, ലാഭ ഒഴിക്കാം. ആ സൈൻ ബോർഡിൽ വെച്ചപ്പോഴാണ് നേരത്തെ പണി കിട്ടി. ആ സൈൻ ബോർഡിൽ വെക്കാൻ പാടില്ല. ഈ സൈൻ ബോർഡ് തന്നെ അല്ലേടി? അതന്നെ പണി കിട്ടി. അപ്പോൾ ഈ സൈൻ ബോർഡിൽ വെക്കാം. അപ്പോൾ റെഡിയോ. ഓക്കെ, അതും സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ വാട്ടർ ബക്കറ്റ് എടുത്ത് വാട്ടർ മൊത്തം പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ഇത് മൊത്തം പ്ലേസ് ചെയ്ത് അവിടെ വരെ എത്തിച്ചു കഴിഞ്ഞാൽ അയംകുളം അങ്ങ് നീങ്ങി അങ്ങ് പൊക്കോളുമല്ലോ ഗൈസ്. ഏത് പൊളി മൈൻഡ്. ഓക്കെ, അതും തീർന്നുണ്ട്. ഇവിടെ ആരാ ഡേറ്റ് വെച്ചേ? നേരത്തെ എഴുതാൻ തോന്നുന്നു. ഓക്കെ, അതും ചെയ്തതിന് ശേഷം
നമ്മൾ 7 ബ്ലോക്ക് 7 ബ്ലോക്ക് പൊക്കത്തേക്ക് ഇനി ഹൈറ്റ് ആയിട്ട് ചെയ്യണം ഗൈസ്. അതാണ് ഇനി അടുത്ത ടാസ്ക്. അപ്പോൾ എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്ന് തുടങ്ങിയ പോരെ. ഇതിന് സെന്റർ എന്നൊക്കെ ഉണ്ടോ? അയ്യോ കത്തി പിടിക്കുന്നേ, എന്തോ കത്തി പിടിച്ചേ. എന്താ 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 ഓക്കെ, അതും സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇതാണ്ട് അയ്യോ ഓക്കെ അടുത്ത ഡേറ്റ് വെച്ചേക്കാം. ഇവിടെ നമ്മൾ 7 ബ്ലോക്ക് ഹൈറ്റ് വെക്കണം ഗൈസ്. ഓക്കെ, ഞാൻ വിചാരിച്ച് ആ സൈൻ ബോർഡ് കത്തിയോന്ന്. അത് ഞാൻ എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് പോയേ. 1 2 3 4 ആയോ ഇവിടെ? 5 6 7 ഓക്കെ 7 ആയി ഗൈസ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് വെക്കണം ഗൈസ് ബ്ലോക്ക്. അങ്ങോട്ടേക്ക് 4 ആണോ 5 ആണോ? 4 ഗൈസ്. 4 ബ്ലോക്ക് അങ്ങോട്ടേക്കും വെക്കണം, പ്ലേസ് ചെയ്യണം. 1 2 3 4 യെസ് 4 മതി ഗൈസ്, 4 മതി. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടുന്ന് 4 ബ്ലോക്ക് ആയിട്ട് കേട്ടോ. 4 ബ്ലോക്കാണ് ആയിട്ട് വേണ്ട, പക്ഷെ ഞാൻ 3 ബ്ലോക്ക് വെച്ചുള്ളൂ. അതിനുശേഷം ഞാൻ തിരുത്തിയായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം നിങ്ങൾ 4 ബ്ലോക്ക് ആയിട്ട് വെക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ട്രാപ്പ് ഡോർ 4 സൈഡിലും പ്ലേസ് ചെയ്യുക ഗൈസ്. പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ട്രാപ്പ് ഡോർ എടുത്ത് 4 സൈഡും വെക്കുക, എന്നിട്ട് അവരെ അടയ്ക്കുക. അതിനുശേഷം നമ്മൾ സോൾട്ട് സാൻഡ് എടുത്തിട്ട് സോൾട്ട് സാൻഡ് എന്നിട്ട് പറയാം. ഓക്കെ, അതിനെ എടുത്തിട്ട് അവിടെ പ്ലേസ് ചെയ്ത് അതിൻ്റെ പൊക്കത്ത് വാട്ടർ ഒഴിക്കണം ഗൈസ്. സോ ഗൈസ്, അതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ബോട്ട് വെക്കുക. ഈ ബോട്ടിലായിരിക്കും നമ്മുടെ സോംബി വന്ന് ട്രാപ്പായി കിടക്കാൻ പോണേ. അതിന് ശേഷം നമ്മൾ ഒരു ഡേറ്റ് അവിടെ പ്ലേസ് ചെയ്യുക, എന്നിട്ട് അതിനകത്തേക്ക് ഒരു സ്ലാബ് എടുത്ത് സ്ലാബും അവിടെ പ്ലേസ് ചെയ്ത് ആ ഡേറ്റും മൈൻഡ് ചെയ്ത് കളയാട്ടാ ഗൈസ്. ഇനി ഇവിടെ നമുക്ക് സോംബിനെ കൊണ്ടുവരണം കേട്ടോ. നമുക്ക് ഇനി ഇവിടുന്ന് 1 2 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കുക ഗൈസ്. ഇതാണ്ട് ഇവിടെ 4 ബ്ലോക്ക് ഇവിടേക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ 6 ബ്ലോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 5 ബ്ലോക്ക് 5 ബ്ലോക്ക് വെക്കുക. അതിന് ശേഷം ഒരു ബ്ലോക്ക് ഇവിടെ ഇട്ടിട്ട് നമ്മൾ ബെഡ് പ്ലേസ് ചെയ്യുക. ബെഡ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പൊക്കത്തേക്ക് 4 എന്നിട്ട് ആ ബെഡ് ക്ലോസ് ആവുന്ന രീതിയിൽ ഇത് ചെയ്യുക. ഏത് റൂഫ് ഈ റൂഫ് എന്തിനാന്ന് വെച്ചാൽ ഇതിനകത്താണ് നമ്മുടെ പുള്ളിക്കാരന്മാർ ഇരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ട്രാപ്പ് ഡോറും വെക്കുക. അതിനുശേഷം അവരെയും ക്ലോസ് ചെയ്യുക. ഇവിടെ ആയിരിക്കും സോംബിനെ ട്രാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് അയംകുളം കണ്ടിട്ട് വേണം സോംബിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ. സോംബിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളത്തിലേക്ക് വീണോളൂ. നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യണം. എന്തിനാ വെച്ചാൽ വാട്ടർ ഒഴിക്കാനാട്ടോ ഈ വാൾ വെച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മുടെ അയംകുളം വന്ന് വീഴുന്നത്. ഓക്കെ, അയ്യോ അത് കൂടിയെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മൾ ടെമ്പററി ബ്ലോക്ക് വെക്കുക. അതിനുശേഷം നമ്മൾ ഗേറ്റെല്ലാം വെക്കുക, ഫെൻസ് ഗേറ്റ് വെക്കുക. അതിനുശേഷം ടെമ്പററി ബ്ലോക്ക് പൊട്ടിച്ചളയുക, വെള്ളം ഒഴിക്കുക ഗൈസ്. വീഡിയോ വെച്ച് നല്ല ലാഗ് പോലെ ഉണ്ട്, അതാണ് ഞാൻ ഇത്തിരി സ്പീഡാക്കിയിട്ടേട്ടാ. ഓക്കെ, ഇവിടെ ആയിരിക്കും അയംകുളം വന്ന് പോകണം. എന്നിട്ട് അയംകുളം ദാണ്ട ഇതിൽ നേരെ താഴെ അവിടെ എത്തും ഗൈസ്. അതാണ് നമ്മുടെ പരിപാടി. ഇവിടെ നമുക്ക് ബ്ലോക്ക് വെച്ചിട്ട് നമ്മുടെ വില്ലേജസിനെ നൈറ്റ് ആകുമ്പോൾ വില്ലേജസിനെ തുറന്നു വിടാം. അപ്പോൾ എന്താ വെച്ചാൽ വില്ലേജസ് അപ്പോൾ ബെഡിലേക്ക് നേരെ പോവുമല്ലോ, നമ്മൾ വലിച്ചു കയറ്റാൻ നിൽക്കണ്ടല്ലോ ഗൈസ്. അപ്പോൾ ഇവിടെ അവർക്ക് കയറാൻ വേണ്ടിയായിട്ട് ഞാൻ വഴി ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, ഞാൻ ഈ ജാവ മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോൾ എനിക്കെന്തോ വേറെന്തോ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നടേ. ഇതുവരെ കളിക്കാത്തതുകൊണ്ടായിരിക്കും. ഞാൻ അങ്ങനെ ജാവ മൈൻക്രാഫ്റ്റ് വലിയ രീതിയിൽ കളിച്ചിട്ടില്ല. ഞാൻ കൂടുതലും ബെഡ് റോക്കല്ലേ കളിക്കുന്നത്. അപ്പോൾ അതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും ഇതേപോലെ പ്ലേസ് ചെയ്യുക ഗേസ്. നമ്മൾ അവിടെ ചെയ്ത അതേ പരിപാടി കേട്ടോ ഗേസ് നമ്മൾ ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് ചെയ്തിട്ടുണ്ട്. നൈറ്റായി. അപ്പോൾ നമ്മളങ്ങ് വില്ലേജറിനെ അങ്ങ് തുറന്നു വിടാൻ നോക്കട്ടെ. അപ്പോൾ താണ്ട അവന്മാർ കയറിപ്പോയി. ഓക്കെ, ഇനി അവന്മാരെ ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത് മൊത്തം പൊട്ടിച്ച് മാറ്റുകയാണ്. അതുപോലെ സോംബീസും വന്ന് കയറി അവരെ അടിക്കാതിരിക്കാൻ ഫുള്ള് പൊട്ടിച്ച് മാറ്റാട്ടെ. ഇനി അവിടെ ബെഡ് മാത്രം മതി. ബെഡിൻ്റെ അടിയുള്ള എല്ലാം നമ്മൾ പൊട്ടിച്ച് വരും ഗേസ്. ഇത് ബെഡ് റോക്കിൽ പറ്റൂല കേട്ടോ. ഇതേപോലെ ബെഡിൻ്റെ അടിയുള്ള ബ്ലോക്ക് പൊട്ടിക്കൽ പറ്റൂല എന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സോംബിനെ കയറ്റാനായിട്ട് ഇങ്ങനെ ഒരു വഴി ഉണ്ടാക്കുക.
ഓക്കെ, ഇങ്ങനെ വഴി ഉണ്ടാക്കി നിങ്ങൾ സോംബിനെ കയറ്റി വെച്ചിരിക്കുക. ഞാനിപ്പോൾ ക്രിയേറ്റിവിറ്റിയിലായതുകൊണ്ട് എനിക്ക് സോംബിനെ അങ്ങനെ കയറ്റേണ്ട ആവശ്യമില്ല. ഞാൻ എഗ് എടുത്ത് സ്പോൺ ചെയ്യിപ്പിക്കാൻ പോകണം കേസ്. നിങ്ങൾ സോംബിനെ നിങ്ങൾ പിടിച്ചുകൊണ്ട് വന്നാൽ മതി. ഓക്കെ, സോംബി വെച്ചതേ അവൻ കയറിയല്ലോ. ഓക്കെ, ഇത് മൊത്തം ഇനി പൊട്ടിക്കുക, പിടിച്ചോളയാ. ഓക്കെ, ഇനി ആരും ഇവിടെ കയറണ്ട, ആരും കയറണ്ട ഗേസ്. ഇനി അയങ്കോളം സ്പോൺ ആയിക്കോളും. നമ്മൾ AFK നിന്നാൽ ഇതാണ് പറഞ്ഞു തരുന്നില്ല, അയങ്കോളം സ്പോൺ ആയിട്ടുണ്ട് ഗേസ്. അവർ ഇച്ചിരി കൂടെ കഴിയുമ്പോൾ താഴോട്ട് വീണോളും. ഇത് എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പെട്ടെന്ന് അവരെ അടിച്ച് കഴിഞ്ഞപ്പോൾ അവർ നേരെ ഇവിടെയാണ് വന്ന് വീണ ഗേസ്. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കാണ് ഗേസ്. അപ്പോൾ ഇതേപോലെ AFK നിന്ന് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. വില്ലേജസിന് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് പേടിച്ച് കുറേ നേരം നിന്നോളൂ. ഓക്കെ, അപ്പോൾ അടിയിൽ ടോർച്ചൊക്കെ ഒന്ന് പ്ലേസ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ അടിയത്തെ സോംബികളെ കൊല്ലാൻ വേണ്ടിയിട്ട് പോകും. ദണ്ട ഇതേപോലെ ചാടി ലാസ്റ്റ് ഫൈനൽ വെള്ളത്തിൽ വീഴും ഗേസ്. വീഴും, കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി, വെള്ളത്തിൽ വീഴും. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ വീണു. പക്ഷേ തിരക്ക് കാരണം ഞാൻ അവരെ ഉന്തി ഏത് നമുക്ക് കാണിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഉന്തി ഞാൻ ചെയ്തതാണ്. ഇവിടെ വേറെ സോംബിയോ അങ്ങനെ ഒന്നും സ്പോൺ ആകാൻ പറ്റില്ല. സ്പോൺ ആയി കഴിഞ്ഞാൽ ആ സോംബീനെ അടിക്കാൻ വേണ്ടി ആ അയങ്കോളം പോട്ട് ഗേസ്. അതാണ് കോൾ വന്നേ. ഓക്കെ, അത് അതിൻ്റെ ഉണ്ട്. ഓക്കെ, ഇനി അവന്മാർ സമയം ആവുന്നതിനനുസരിച്ച് ചാടിക്കൊള്ളും ഗെയ്സ്. അത് പേടിക്കണ്ട. ഓക്കെ, ഞാനാണെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ചാടിക്കാൻ വേണ്ടിയാണ് കളിക്കുന്നത്. ചാടിയപ്പോൾ ഡയറക്റ്റായിട്ട് അതിനകത്തേക്ക് ചാടി. അപ്പോൾ ഗെയ്സ്, നിങ്ങൾ ഇത് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നെക്സ്റ്റ് എപ്പിസോഡ് കാണാതെ എല്ലാവർക്കും ബൈ.